ഭൂമിയിൽ ഒരു വലിയ ഉൽക്ക വന്ന് വീണിട്ടിപ്പോൾ 5 വർഷമായിട്ടുണ്ട്. ഇന്ന് ഭൂമിയുടെ പുറത്തായിട്ട് മനുഷ്യർക്ക് താമസിക്കാൻ കഴിയില്ല. അതിന് പകരം വളരെയധികം സുരക്ഷിതമായിട്ട് തന്നെ ഇപ്പോൾ അവർ താമസിക്കുന്നത് ബങ്കറുകളുടെ ഉള്ളിലാണ്. അവരെങ്ങാനും അറിയാതെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റിൽ അവർ പെട്ടുപോകും. ആ കൊടുങ്കാറ്റുകൾ എന്ന് പറയുന്നത് സാധാരണ കൊടുങ്കാറ്റുകളല്ല, വളരെയധികം റേഡിയോ ആക്റ്റീവ് ആണ്. ആ കാറ്റെങ്ങാനും അറിയാതെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാരകമായിട്ടുള്ള അസുഖങ്ങൾ തന്നെ വന്നേക്കാം. എന്നാൽ ഒരു ദിവസം സുരക്ഷിതമെന്ന് കരുതിയ ഈ ബങ്കറുകളെല്ലാം തകർന്നു വീഴാൻ തുടങ്ങുകയാണ്. അതിനകത്തുണ്ടായിരുന്ന മനുഷ്യർ ജീവിക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി ഒരു യാത്ര തിരിക്കുകയാണ്. പക്ഷേ ആ യാത്ര എളുപ്പമായിരുന്നോ? അല്ല, വളരെയധികം ആപത്ത് നിറഞ്ഞതും ദുർഘടം നിറഞ്ഞതുമായിരുന്നു ആ ഒരു യാത്ര. പലർക്കും ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ. അങ്ങനെ പോകുന്ന ഈ ഒരു യാത്രയാണ് നമ്മൾ ഈ സിനിമയിലൂടെ കേൾക്കാൻ പോകുന്നത്. സാഹസങ്ങൾ നിറഞ്ഞ ആ ഒരു കഥയിലേക്ക് നമുക്ക് ഇവരുടെ കൂടെ പോയാലോ? കഥകളുടെ ആ വിശാലമായ ലോകത്തേക്ക്. സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ഭൂമിയിലേക്ക് ഒരുപാട് ഉൽക്കകൾ വന്ന് പതിക്കുകയാണ്. ആ ഒരു ഉൽക്കാപതനം കാരണം നമ്മുടെ ഈ ഒരു ഭൂമിയിലെ ഒരുപാട് നഗരങ്ങളും ഒരുപാട് മനുഷ്യരും നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ നടക്കുന്നത്. അതായത് ആ ഒരു ഉൽക്കാപതനം കാരണം അവിടെ മുഴുവനും വിഷവാതകങ്ങൾ കൊണ്ട് നിറയാണ്. അതിനു പുറമെ പല ഭാഗത്തും ഭൂമി കുലുക്കം, അതിന്റെ കൂടെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് പവറുള്ള വലിയ വലിയ കൊടുങ്കാറ്റുകൾ. ആ കാറ്റെന്ന് പറയുന്നത് വളരെയധികം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കാറ്റുകളായിരുന്നു. ആ കാറ്റെങ്ങാനും അറിയാതെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വന്ന് മരിച്ചു പോകും. ഭൂമിയിലെ ചില സ്ഥലങ്ങൾ ഒഴികെ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുമെന്നറിയാവുന്ന ചില ആൾക്കാരും ചില ഗവൺമെന്റും ഒക്കെ ഭൂമിയുടെ അടിയിലായിട്ട് കുറച്ച് ബങ്കറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ കുറച്ച് പണക്കാര്, പിന്നെ എന്തോ ഭാഗ്യത്തിന് അങ്ങോട്ടേക്ക് പോകാൻ ഭാഗ്യം ലഭിച്ച കുറച്ച് മനുഷ്യർ, ഇവർക്കെല്ലാവർക്കും ആ ഒരു ബങ്കറിലേക്ക് പോകാൻ സാധിച്ചു. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് ഏകദേശം 5 വർഷമായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഭൂമിയുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. അന്ന് ആ ഉൽക്കാപതനം ഉണ്ടായതിനേക്കാൾ കഷ്ടമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചുറ്റും മലിനമായ വായു. ശ്വസിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി മരണപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരും. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പുഴകളിലെയും തടാകങ്ങളിലെയും വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല. അവയെല്ലാം റേഡിയോ ആക്റ്റീവ് ആണ്. അറിയാതെ കാണാം ആ ഒരു വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസർ വരെ വരാം. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലും കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ബങ്കറുകളിൽ ഇപ്പോഴും അതിജീവിക്കുന്നുണ്ട്. ഇപ്പൊ അവിടുത്തെ ഒരു ബങ്കർ കാണിക്കാണ്. അതിൻ്റെ അകത്താണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജോണും ആലീസും നെതനും പിന്നെ വേറെ കുറെ ആൾക്കാരുമുണ്ട്. ജോൺ നല്ലൊരു എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബങ്കറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇലക്ട്രിക്കൽ വർക്കും അവൻ നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബങ്കറിലെ കുറച്ചധികം ആൾക്കാർ സ്കൗട്ട് ടീമിലുണ്ട്. അവരുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബങ്കറിന് പുറത്തേക്ക് വന്ന് അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അതിനിപ്പോ എന്തുമായിക്കൊള്ളട്ടെ. എന്നാൽ ഈ ഒരു സ്കൗട്ട് ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ എടുക്കുന്നത് ഹെവി റിസ്ക് ആണ്. കാരണം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവനും ഭയങ്കരമായിട്ടുള്ള റേഡിയേഷൻ ആണ്. അത് കാരണം ചിലപ്പോൾ ഇവർക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ തന്നെ വന്നേക്കാം. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്യൂട്ട് ധരിച്ച് മാത്രമേ ഇവർ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. അങ്ങനെ ആ സ്പെഷ്യൽ ആയിട്ടുള്ള സ്യൂട്ട് ധരിച്ചുകൊണ്ട് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജോൺ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവൻ അങ്ങനെ പോകുന്ന വഴിയിൽ ഭൂമിയുടെ ഒരു ഭാഗം രണ്ടായിട്ട് പിളർന്നിട്ട് അതിലൂടെ ഇപ്പോൾ ലാവ പുറത്തേക്ക് ഒഴുകുകയാണ്. എന്നാൽ നമ്മളിത് കാണുമ്പോൾ പേടിക്കുമെങ്കിലും ജോണിന് ഇത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. ഇതിപ്പോ ഇവിടെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിങ്ങനെ ഭൂമിയുടെ പല ഭാഗത്തും കാണുന്നുണ്ട്. അങ്ങനെ ജോണിപ്പോ നേരെ തീരപ്രദേശത്തേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഇപ്പോൾ കുറച്ച് ലൈഫ് ബോട്ടുകൾ, പിന്നെ ഒരു തുരുമ്പിച്ചൊരു കപ്പൽ ഇപ്പോൾ അവിടെ തീരത്തടിഞ്ഞ് കിടക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ കൂട്ടമായിട്ട് അടിയണമെങ്കിൽ എന്താ വലിയ സുനാമികളോ വല്ലതും വന്ന് കാണുമോ? സാധാരണയായിട്ട് അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് ഇവയെല്ലാം കൂട്ടമായിട്ട് ഇങ്ങോട്ട് അടിയാറ്. എന്തായാലും അതൊന്നും ശ്രദ്ധിക്കാതെ ജോണിപ്പോ ലൈഫ് ബോട്ടിനുള്ളിലേക്ക് കയറി അവിടെ പരിശോധിക്കുകയാണ്. അതായത് ഇവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുകയാണ്. പക്ഷേ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ തകർന്ന് തുരുമ്പെടുത്ത് കിടക്കുന്ന ആ ഒരു കപ്പലിൻ്റെ ഉള്ളിലേക്ക് പോയി അവൻ പരിശോധിച്ച് നോക്കുകയാണ്. പക്ഷേ കാര്യമായിട്ടൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടിയില്ലെങ്കിലും അവനാവശ്യമുള്ള കുറച്ച് ടൂൾസ് അതിനകത്തു നിന്നും കിട്ടുവാണ്. പിന്നീട് കപ്പലിൻ്റെ ഉള്ളിൽ വിശദമായിട്ട് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ നിറയെ അവരുടെ അഴുകിയ ശവശരീരങ്ങളായിരുന്നു. ഇതെല്ലാം കാണുന്ന ജോണിന്റെ മനസ്സാകെ മടുത്തു പോവാണ്. എന്നാൽ അവിടെ വെച്ച് ഒരു പഴയ ഡയറി ജോണിന് കിട്ടുന്നുണ്ട്. അതവൻ തുറന്നു നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തു നിന്നും ഉണങ്ങിയ നീല നിറമുള്ള ഒരു പൂ ഇപ്പോൾ അവന് ലഭിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഇപ്പോൾ അവന് തോന്നുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് പൂ പോയിട്ട് ഒരു പുൽനാമ്പ് പോലും അവൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു പൂ കാണുമ്പോൾ എന്തായാലും മനസ്സിന് സന്തോഷം തോന്നുമല്ലോ. ഈ സമയത്താണ് ജോണിന് അവന്റെ ടീമിന്റെ അടുത്ത് നിന്നും ഒരു മെസ്സേജ് കിട്ടുന്നത്. ജോണെ, നീ എത്രയും പെട്ടെന്ന് തിരികെ വരണം. കാരണം ഇങ്ങോട്ടേക്ക് ഒരു വലിയ ഇലക്ട്രോ മാഗ്നറ്റിക് സ്റ്റോം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തിരികെ വരണമെന്ന്
അവർ പറയാണ്. ഇത് കേട്ട ജോണാണെങ്കിൽ പേടിച്ച് വേഗം തന്നെ ബങ്കറിന്റെ അടുത്തേക്ക് ഓടുകയാണ്. കാരണം ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റോം എന്ന് പറയുന്നത് അത് അത്ര അപകടം പിടിച്ചതാണ്. അതിനകത്താണ് പെട്ടുപോയി കഴിഞ്ഞാൽ മരണം ഉറപ്പായിരിക്കും. ഇപ്പൊ അവനാണെങ്കിൽ ഒട്ടും സമയം കളയാതെ നേരെ ബങ്കറിന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവന്റെ പുറകിലായിട്ട് കാണിക്കുകയാണ് അവിടെ ഇപ്പോ ആ ഒരു കൊടുങ്കാറ്റ് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. അതിന്റെ അകത്തു നിന്നും ശക്തമായിട്ട് തന്നെ റേഡിയേഷനും മിന്നലും പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് കാണുന്ന ജോൺ ആണെങ്കിൽ നന്നായിട്ട് തന്നെ പേടിക്കുക. അങ്ങനെ അവൻ ഓടി ബങ്കറിന്റെ ഉള്ളിലേക്ക് കയറി കതക് അടയ്ക്കുകയാണ്. അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു കൊടുങ്കാറ്റ് വരികയും ചെയ്തു. ഇപ്പോ എന്തോ ഭാഗ്യത്തിന് അവനാണെങ്കിൽ ആ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടുവാണ്. അങ്ങനെ ഉള്ളിലേക്ക് കയറി ജോണിനെ അവർ കഴുകി വൃത്തിയാക്കുവാണ്. കാരണം അവന്റെ ശരീരത്തിൽ എന്തായാലും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കാണും. അങ്ങനെ ഫ്രഷ് ആയിട്ട് ജോൺ നേരെ അവനെ തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് പോവാണ്. കാരണം ഇങ്ങനത്തെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെന്റലി പ്രോബ്ലവും പിന്നെ ഒരുപാട് സ്ട്രെസ്സും എടുക്കേണ്ടി വരും. അതിൽ നിന്നെല്ലാം ഒരു റിലാക്സിന് വേണ്ടിയിട്ടാണ് അവൻ നേരെ അവന്റെ തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത്. അതായത് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ പിന്നെ അവിടെ നേരിടുന്ന അപകടങ്ങൾ ഇതെല്ലാം കാരണം അവന്റെ മാനസിക നില ആകെ തകരാറിലായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ജോണിന്റെ ഡോക്ടർ ആണെങ്കിൽ അവനോട് പറയാണ്, ജോണെ നീ ആദ്യം ചിന്തിക്കേണ്ടത് നിന്റെ കുടുംബത്തെ കുറിച്ചാണ്. നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. ശരിയായിരിക്കാം നീ ചെയ്യുന്ന ജോലി അത്ര അപകടം പിടിച്ചതായിരിക്കാം. എന്നും കരുതി നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെയായാൽ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയായിരിക്കും? അതുകൊണ്ട് എപ്പോഴും ധൈര്യമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഡോക്ടർ ആണെങ്കിൽ അവന് നല്ല രീതിയിൽ തന്നെ കൗൺസിലിംഗ് ചെയ്യാണ്. ഇതിന് ശേഷം കാണിക്കുന്നത് അവന്റെ ഭാര്യയായിട്ടുള്ള ആലിസനെയാണ്. കൂടെ വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാം കൂടെ ഇപ്പോ ഒരു മീറ്റിംഗിലാണ്. അതായത് ഈ ബങ്കറിലെ പ്രധാനപ്പെട്ട ആൾക്കാരും പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ബങ്കറുകളിലെ പ്രധാനപ്പെട്ട ആൾക്കാരും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവരുടെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ റിസോഴ്സിനെ പറ്റിയാണ്. അതായത് ഭക്ഷണം, വെള്ളം, വായു പിന്നെ താമസിക്കാൻ സൗകര്യം ഇതെല്ലാം ഇവിടെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അധിക കാലമൊന്നും അവർക്ക് ഇതിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. മാത്രമല്ല ബങ്കറിന്റെ പല ഭാഗത്തും സേഫ്റ്റി ഇഷ്യൂസുകൾ നേരിടുന്നുണ്ട്. അതിനെപ്പറ്റി അവരിപ്പോ ചർച്ച ചെയ്യാണ്. ആ കൂട്ടത്തിലായിട്ട് നമ്മുടെ ആലീസനുമുണ്ട്. അവക്കിപ്പോ ഒരാൾ ലെറ്റർ കൊടുക്കുകയാണ് തന്റെ ഹസ്ബൻഡ് സേഫ് ആയിട്ട് തന്നെ ബങ്കറിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ആലീസിന് ശ്വാസം ഒന്ന് നേരെ വീണത്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ, അവളുടെ പേരാണ് അമീന, അവളിപ്പോ അവർക്കൊരു സജഷൻ കൊടുക്കുകയാണ്. അതായത് ഇനി അധിക നാളൊന്നും നമുക്ക് ഈ ഒരു ബങ്കറിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മുടെ ഈ ഒരു ഭൂമിയിൽ തന്നെയുണ്ട്. ആ സ്ഥലത്തിനെ എല്ലാവരും വിളിക്കുന്നത് ക്രേറ്റർ എന്നാണ്. ആ സ്ഥലത്തിനാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് കുറച്ച് പ്രത്യേകതകളുണ്ട്. നമ്മുടെ വിഷമലിനമായിട്ടുള്ള വായു ഉണ്ടല്ലോ അതൊന്നും അങ്ങോട്ടേക്ക് കടക്കത്തില്ല. സ്വാഭാവികമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഘടന ആ സ്ഥലത്തിനുണ്ട്. മാത്രമല്ല അവിടുത്തെ വായു നല്ലതാണ്. അങ്ങോട്ടേക്കെങ്ങാനും എത്താൻ കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം. ഈ സമയം ഇതെല്ലാം അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന വില്യം എന്ന് പറയുന്ന ആളിപ്പോ പറയാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് അതങ്ങ് യൂറോപ്പിലാണ്. മാത്രമല്ല അവിടെ എന്തോ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം ചിന്തിക്കുക പോലും വേണ്ട. ഈ സമയത്താണ് അവിടെ എന്തോ ഭൂകമ്പം നടക്കുന്നത്. ഇത് കാരണം ആ ഒരു ബങ്കർ ആണെങ്കിൽ വല്ലാതെ കടന്ന് കുലുങ്ങുവാണ്. എല്ലാവരും അവിടെ ഇറക്കി പിടിച്ച് നിൽക്കുവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് ശാന്തമായി. പിന്നീട് ഡോക്ടർ അമ്മയ്യ ഇവരോടൊരു കാര്യം പറയാണ്. ഇത് കണ്ടോ, ഈ തുടർച്ചയായിട്ടുള്ള ഭൂകമ്പം, അതായത് നമ്മുടെ ഈ ബങ്കറിന്റെ ഇടയിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ അതങ്ങനെ തുടർച്ചയായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അതിലും നല്ലത് നമ്മൾ ഈ സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതല്ലേ നല്ലത്. ഇതെല്ലാം ഇപ്പോ ഇവരുടെ ക്യാപ്റ്റൻ കേൾക്കുവാണ്. അയാളിപ്പോ പറയാണ്, അല്ല ഇത്രയും വലിയ ഉൽക്കാപതനം ഉണ്ടായിരിക്കുകയും അതിനെല്ലാം അതിജീവിച്ച ബങ്കറുകളാണ് നമ്മുടെ കൈവശമുള്ളത്. ഇതെല്ലാം അങ്ങനെ പെട്ടെന്ന് തകർന്നു പോകും എന്നാണോ ഡോക്ടർ അമീന പറയുന്നത്? ഇത് കേട്ട സമയത്ത് ഡോക്ടർ അമീന പറയാണ്, സാറേ നമ്മളെല്ലാവരും ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് മാറുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. കാരണം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഭൂകമ്പം മാത്രമല്ല വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ ഒരു സ്ഥലത്തിനുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലം അത്ര നല്ലതല്ല. ഇതേ സമയം നമ്മുടെ ആലിസിന് ഒരു കാര്യം പറയാണ്. അതായത് ബങ്കറിന് പുറത്തായിട്ട് കുറച്ച് ആളുകൾ ഉള്ളതായിട്ട് നമുക്കൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവരെയും കൂടെ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്നൂടായോ എന്ന് അവൾ ചോദിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട് വില്യം ചോദിക്കുകയാണ്, അതിന്റെ ആവശ്യമുണ്ടോ? ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള വെള്ളമോ ഭക്ഷണമോ ഒന്നാമത് ഇതിന്റെ അകത്തില്ല. പിന്നെ അവരെയും കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? ഇത് കേട്ട സമയത്ത് അവൾ പറയാണ്, എന്നാ നമുക്കങ്ങ് വോട്ട് ചെയ്യാം. ആരൊക്കെയാ എന്റെ കൂടെ നിൽക്കുന്നതെന്ന് അവൾ ചോദിച്ച സമയത്ത് കുറച്ചു പേര് ആലിസിനൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മിലിറ്ററി ക്യാപ്റ്റൻ പറയാണ്, ശരി എന്നാ നാളെ പോയിട്ട് നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആലിസ് നേരെ പുറത്തേക്ക് വരുവാണ്. ഇതേ സമയം ഇവരുടെ മകനായിട്ടുള്ള നേതനിപ്പോ അങ്ങോട്ടേക്ക് ഓടുന്നിട്ട് പറയാണ്, അമ്മ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എനിക്ക് എങ്ങനെയെങ്കിലും ഈ ബങ്കർ വിട്ട് പുറത്തേക്ക് പോകണം. സ്കൗട്ട് ടീമിൽ എനിക്കും ജോയിൻ ചെയ്യണം. എന്നാൽ ഒരു കാരണവശാലും അത് സമ്മതിച്ചു തരത്തില്ലെന്ന് ആലിസും പറയാണ്. സ്കൗട്ട് ടീം എന്ന് പറയുന്നത് അത് വളരെയധികം അപകടം പിടിച്ചൊരു ജോലിയാ. നിന്റെ അച്ഛനെ കണ്ടില്ലേ എന്തൊക്കെ അസുഖങ്ങളാ. ഇതിനുശേഷം ഇവര് നേരെ
നമ്മുടെ ജോണിനെ കാണാൻ പോവുകയാണ് കേട്ടോ. ജോണിപ്പോൾ ആലിസിനെ കണ്ടപാടെ അവനിപ്പോൾ കപ്പലിൽ നിന്നും ഒരു നീലപ്പൂ കിട്ടിയായിരുന്നല്ലോ. ജോണിപ്പോൾ ആലിസിനെ കണ്ടപാടെ തന്നെ അവനാണെങ്കിൽ കപ്പലിൽ നിന്നും ഒരു നീലപ്പൂ കിട്ടിയായിരുന്നല്ലോ. അതിപ്പോൾ അവൾക്ക് കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതേ സമയത്ത് നേതനാണെങ്കിൽ അവൻ്റെ ആഗ്രഹം ജോണിനോട് പറയാണ്. ഇത് കേട്ട സമയത്ത് ജോൺ പറയാണ്, നേതാ നീ എന്തിനാണ് ഈ പുറത്തോട്ട് പോകാൻ നോക്കുന്നത്? പുറത്ത് എന്ത് വലിയ അപകടങ്ങളാണ് നടക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ ഒരാഗ്രഹവും നീ മനസ്സിൽ വെക്കണ്ട. ഇത് കേട്ട നേതനാണെങ്കിൽ അവിടെ നിന്നും സങ്കടപ്പെട്ട് നേരെ അവൻ്റെ റൂമിലേക്ക് പോവാണ്. അവിടെ പോയി ഇരിക്കുകയാണ്. അതായത് കുറെ വർഷങ്ങളായിട്ട് അവനാണെങ്കിൽ ഈ ഒരു ബങ്കറിന്റെ ഉള്ളിലാണ്. അവനിപ്പോ എന്തെന്നില്ലാത്ത ഒരാഗ്രഹമുണ്ട് ആകാശം കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു ലൈറ്റുകൾ ഉപയോഗിച്ച് അവനാണെങ്കിൽ റൂഫിലായിട്ട് എന്തോ നക്ഷത്രങ്ങൾ ഇങ്ങനെ ചിന്നിച്ചിതർ നിൽക്കുന്നത് പോലെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് അവന്റെ ആഗ്രഹങ്ങളെല്ലാം അങ്ങനെ തീർക്കാണ്. അല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. ഇപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ തന്നെ പുറത്തുണ്ടായിരുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇങ്ങോട്ട് ഒരു ടീം വന്നുകൊണ്ടിരിക്കുകയാണ്. മോണിറ്ററിലൂടെ ബങ്കറിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം അതങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് വേണം അടുത്ത ഗ്രൂപ്പിനെ വിളിക്കാൻ വേണ്ടി ഇവർക്ക് പോകാൻ. ഇത് കേട്ട സമയത്ത് വില്യംസ് ഈ ഒരു കാര്യത്തെ എതിർക്കാണ്. അതിന്റെ ആവശ്യമുണ്ടോ? ഈ ഉള്ളവർ തന്നെ പോരേന്നിപ്പോ അവൻ പറയാണ്. ഇതിനുശേഷം നമ്മുടെ ജോണിനെ കാണിക്കാണ് കേട്ടോ. അതായത് ആ ബങ്കറിന്റെ പല ഭാഗവും ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി അവൻ പോകുന്ന സമയത്ത് ഇത്തവണ ഒരു ഭാഗത്തായിട്ട് പ്രത്യേകതരം വിള്ളൽ അവൻ കാണുവാണ്. അത് കണ്ടപാടെ തന്നെ ജോണിന്റെ നെഞ്ചിലായിട്ട് ഒരു തീ കയറുവാണ്. അതായത് അവര് നിൽക്കുന്ന ഈ ഒരു ബങ്കർ ആണെങ്കിൽ ഒട്ടും സുരക്ഷിതമല്ലെന്ന് അവന് മനസ്സിലായി. ഇതേ സമയത്ത് തന്നെ കുറച്ച് ആളുകളുമായിട്ട് ഒരു ടീം പുറത്തുനിന്നും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായി പോവാണ്. സിഗ്നൽ കിട്ടുന്നില്ല. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ക്യാപ്റ്റന് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്താണ് ഇവരുടെ മുകളിലുണ്ടായിരുന്ന റൂഫും കാര്യങ്ങളെല്ലാം തകർന്ന് നേരെ താഴേക്ക് വീഴാണ് കേട്ടോ. നേരത്തെ ജോൺ പേടിച്ച ആ ഒരു കാര്യം നടക്കുകയാണ് കേട്ടോ. അതായത് ബങ്കറിന്റെ ഓരോരോ ഭാഗങ്ങളെല്ലാം തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. കുറെ പേരൊക്കെ അതിനുള്ളിൽ പെട്ടുപോകുന്നുണ്ട്. ഒരു വിധത്തിൽ ജോൺ ആണെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്ന് ഇപ്പോ ഓഫീസ് റൂമിൽ പെട്ടുകിടക്കുന്ന ആലീസിനെ രക്ഷപ്പെടുത്തുകയാണ്. അപ്പോഴേക്കും ബങ്കറിന്റെ പല ഭാഗവും തകർന്നു വീണ് കുറേയേറെ ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ജോണും ആലിസിനും ചേർന്ന് അവരുടെ മകനെയും തിരക്കിക്കൊണ്ട് അവന്റെ റൂമിലേക്ക് പോയി നോക്കുവാണ്. അങ്ങനെ നോക്കിയ സമയത്ത് അവനാണെങ്കിൽ എന്തോ മാസ്ക് ഒക്കെ ഇട്ട് ശ്വാസം കെട്ടാത്ത രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജോൺ പറയുന്നുണ്ട്, ആലിസൺ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ബങ്കറിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കണം. അതിനു മുന്നേ നമുക്ക് ആവശ്യമുള്ള സാധനം വളരെ കുറച്ച് സാധനം മാത്രം എടുത്താൽ മതി എന്നിപ്പോ അവൻ പറയാണ്. അവളാണെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ജോൺ ആണെങ്കിൽ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നല്ല രണ്ട് മാസ്ക് നോക്കി എടുത്തു വെക്കുന്നുണ്ട്. അത് ആലിസിനും നേതനും കൊടുത്ത് അവരിപ്പോ കവാടത്തിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഈ ഭൂമി കുലുക്കം കാരണമെല്ലാം ആ വാതിലാണെങ്കിൽ തകർന്നു പോയിട്ടുണ്ട്. അവിടെ ചെറിയൊരു വിടവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൂടെ ഇപ്പോ ജനങ്ങളാണെങ്കിൽ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ ജോൺ ഒരു കാര്യം മനസ്സിലായി. എന്തായാലും ഇതിലൂടെ ഇനി പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജോൺ പറയാണ്, വാ നമുക്ക് മറ്റൊരു വഴിയിലൂടെ പോകാന്ന് പറഞ്ഞിട്ട് രഹസ്യമായിട്ടുള്ള മറ്റൊരു വഴിയിലൂടെ ഭാര്യ മകനെയും കൂട്ടിയിട്ട് അവൻ പോവാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്തും അതും ഏകദേശം ഇതുപോലെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഗ്യാപ്പിലൂടെ നേതനും ആലീസും ജോണും കൂടെ രക്ഷപ്പെടുവാണ്. അപ്പോഴേക്കും ഭൂമി കുലുക്കം കാരണം ആ ഒരു ഭാഗം കൂടെ പൂർണ്ണമായിട്ട് തകർന്ന് വീഴുവാണ്. അതുപോലെ തന്നെ ഇവരെ പോലെ രക്ഷപ്പെട്ട കുറേയേറെ ആളുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴോ അതിലും ഭീകരമാണ് അവസ്ഥ. ഭൂമിയുടെ പല ഭാഗങ്ങളും വിണ്ടുകീറിയിട്ട് അതിലൂടെ ഇപ്പോൾ ഏതൊക്കെയോ ദ്രാവകങ്ങൾ പുറത്തേക്ക് ഒഴുകുകയാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ വളരെയധികം സാഹസികമായിട്ടാണ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് ജോണും ആലീസും നേതനും ഇപ്പോൾ അവിടെ നിന്നും ഓടുവാണ്. ഇതേ സമയത്ത് അവിടെ വീണ് കിടക്കുന്ന ഡോക്ടർ അമീനെ കാണിക്കുകയാണ്. അവൾ നേരത്തെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള മുന്നറിയിപ്പ് ഇവർക്ക് കൊടുത്തതായിരുന്നു. ഒരു കാരണവശാലും ഇവിടം സേഫ് അല്ല. അതായത് ഇവിടുത്തെ ടെക്ടോണിക് പ്ലേറ്റുകൾ ഒരു വീടിന്റെ അടിത്തറ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭൂമിക്കും ഒരു അടിത്തറ ഇല്ലേ, അതാണ് നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ. അവ എപ്പോഴും ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം ഇവളാണെങ്കിൽ ഇവരോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ വീണ് കിടക്കുന്ന ഡോക്ടർ അമീനെ ജോൺ ഇപ്പോൾ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും പോകുന്നത് നേരെ തീരത്തേക്കാണ്. തീരത്ത് ഓൾറെഡി ജോൺ ഒരു കാര്യം കണ്ടായിരുന്നല്ലോ. അതായത് ഒരുപാട് ലൈഫ് ബോട്ടുകൾ വന്ന് തീരത്തേക്ക് അടിഞ്ഞിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് ഇപ്പോൾ എല്ലാവരും കയറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കയറി ലൈഫ് ബോട്ട് നിറഞ്ഞിട്ടും ഇപ്പോൾ കുറച്ച് ആൾക്കാരാണെങ്കിൽ ആ ലൈഫ് ബോട്ടിന്റെ മുകളിലേക്ക് കയറാൻ നോക്കുകയാണ്. അതുകൊണ്ട് എന്താ അതിപ്പോ അവിടെ മലക്കം മറിഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ വീഴാണ്. ഇതിനിടയിൽ കുറച്ച് ആളുകളാണെങ്കിൽ മാസ്കിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പരസ്പരം അടിയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ജോൺ ഒരു കാര്യം മനസ്സിലായി. അതായത് ഭാര്യയും മകനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ജീവന് തന്നെ അത് ആപത്തായി തീരും. അതുകൊണ്ട് തന്നെ അവരിപ്പോ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഈ ആളുകളെല്ലാം ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് എതിർത്തുകൊണ്ട് നിന്ന വില്യംസ് ഉണ്ടല്ലോ, അവന്റെ മാസ്ക് ഇപ്പോ ആരൊക്കെയോ ചേർന്ന് തട്ടിപ്പറിക്കാൻ നോക്കുവാണ്. ഇപ്പോ
ജോൺ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും ഇവനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈഫ് ബോട്ടിന്റെ ഉള്ളിലേക്ക് ഇവരങ്ങ് കയറുവാണ്. അതിന്റെ അകത്തായിട്ടായിരുന്നെങ്കിൽ വേറെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഇത് കൺട്രോൾ ചെയ്യുന്ന ഓട്ടിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാളിപ്പോ ആ വാതിലങ്ങ് അടയ്ക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ജോൺ പറയാണ് ഇതിന്റെ അകത്ത് കുറച്ചും കൂടെ സ്ഥലമുണ്ടല്ലോ, കുറച്ച് ആൾക്കാരെ കൂടെ കയറ്റിക്കൂടെ എന്ന്. എന്നാൽ അയാൾ പറയാണ് വേണ്ട വേണ്ട വേണ്ട, ഇത്ര ആള് മതി എന്ന് പറഞ്ഞിട്ട് അയാളിപ്പോ ആ ലൈഫ് ബോട്ട് മുന്നോട്ടേക്ക് എടുക്കുകയാണ്. ഇതേ സമയത്താണ് അവിടെ വലിയൊരു സുനാമി ഉണ്ടാവുന്നത്. സാധാരണയായിട്ട് സുനാമി വരിക ഏകദേശം 10-60 അടി ഹൈറ്റിലല്ലേ, ഇതാണെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള സുനാമിയാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഡോക്ടർ അമയ ഇവരോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഈ ഒരു സ്ഥലത്തിന്റെ ഘടന, ഇവിടെ ഉണ്ടായിരുന്ന ഭൂകമ്പം, പിന്നെ ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം, അത് മാത്രമല്ല വേറെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന് അവൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ അതിനെ കരുത്ത് പകരുന്ന രീതിയിലാണ് ഇപ്പോ ഇവിടെ വലിയൊരു സുനാമി നടക്കുന്നത്. എന്നാൽ എങ്ങനെയോ ആ ഒരു വലിയ തിരയുടെ പുറത്തേക്ക് ഇവരുടെ ഈ ചെറിയ ലൈഫ് ബോട്ടിന് കയറാൻ കഴിഞ്ഞു. എന്നാൽ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്കിയുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ആ വലിയ തിരയിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോവാണ്. ആ ബങ്കറും അതിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം ഈ ഒരു വലിയ തിരയിൽ പെട്ടുകൊണ്ട് നശിച്ചു പോവാണ്. ഇപ്പൊ ജോണിനെയും അവന്റെ കൂടെ രക്ഷപ്പെട്ടവർ നോക്കുകയാണെങ്കിൽ അവരാണെങ്കിൽ ആ ലൈഫ് ബോട്ടിലൂടെ കടലിലൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെഷീൻ ഉപയോഗിച്ച് ഇവിടുത്തെ എയർ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആ മാസ്ക് അങ്ങ് മാറ്റുമെന്ന് നേരാവണ്ണം ഒന്ന് ശ്വാസം വിടുവാണ്. ഇനിയിപ്പോ എങ്ങോട്ടേക്ക് പോകണമെന്ന് ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഇതേ സമയത്ത് ജോൺ പറയാണ് എന്നാ നമുക്ക് നേരെ ഇംഗ്ലണ്ടിലേക്ക് പോകാം, ഇവിടുന്ന് വളരെ അടുത്തല്ലേ, അതുപോലെ തന്നെ അവിടെ ഏതെങ്കിലും ബങ്കറുകൾ കാണും, അതിൻ്റെ ഉള്ളിൽ നമുക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാം. അങ്ങനെ ജോൺ പറഞ്ഞതുപോലെ ഇവരാണെങ്കിൽ ആ ബോട്ട് ഇംഗ്ലണ്ടിന് നേരെ വിടുവാണ്. ഇതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ബോട്ടിന്റെ എഞ്ചിൻ കേടാവുന്നുണ്ട്. ജോണിപ്പോ ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ ബോട്ടിന്റെ എഞ്ചിൻ എങ്ങനെയൊക്കെ പാടുപെട്ട് ശരിയാക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇവരുടെ യാത്ര തുടരുവാണ്. അങ്ങനെ പോയി അവസാനം രാത്രിയായിട്ടുണ്ട്. ഇപ്പൊ ആകാശമാണെങ്കിൽ വളരെയധികം വ്യക്തമായിട്ട് തന്നെ കാണാം. പിന്നെ അതിലെ നക്ഷത്രങ്ങൾ ഇതെല്ലാം കാണുന്ന ജോണിന്റെ മകനായിട്ടുള്ള നേതനാണെങ്കിൽ വളരെയധികം സന്തോഷപ്പെടുവാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അവൻ കാത്തിരുന്ന് കാണാൻ വേണ്ടി കൊതിച്ചിരുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോട്ട് അനങ്ങുന്നില്ല. ഇപ്പോൾ എന്താ കാരണമെന്ന് നോക്കിയ സമയത്ത് അതിന്റെ എണ്ണ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. തിരയുടെ ഓളത്തിൽപ്പെട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ടേക്ക് പോകാന്നിപ്പോ ജോൺ പറയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഒരു തീരത്തേക്ക് ഇവരുടെ ഈ ബോട്ട് എടുക്കുകയാണ്. അത് ഏതാണ് സ്ഥലമെന്ന് നോക്കിയ സമയത്ത് ലിവർപൂൾ അങ്ങനെ ഏതോ ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ അവര് അങ്ങോട്ടേക്ക് വന്നിട്ട് എയർ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതേ സമയം അവര് പറയാണ് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയി നോക്കാം, അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും കരഭാഗം കാണും, നമുക്ക് അവിടെ ഇറങ്ങാമെന്നിപ്പോ അവര് പറയാണ്. ഇത് കേട്ട സമയത്ത് അവരാണെങ്കിൽ ആ ബോട്ട് അങ്ങ് മുന്നോട്ടേക്ക് എടുത്തു. അങ്ങനെ പോയ സമയത്ത് അവരൊരു കരഭാഗം കാണുവാണ്. അങ്ങനെ ബോട്ട് ഒതുക്കിയ ശേഷം ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയ സമയത്ത് കുറേയധികം കുടിലുകൾ, അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറേയധികം മനുഷ്യർ എല്ലാവരും നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കാര്യമായിട്ടുള്ള എന്തോ അസുഖമുണ്ട്. ഭാര്യയും മകനെയും കൊണ്ട് ഇവിടെ താമസിക്കാൻ കഴിയത്തില്ലെന്ന് ജോണിന് മനസ്സിലായി. അവനിപ്പോ അവരെയും കൂട്ടി മുന്നോട്ടേക്ക് പോവാണ്. എല്ലാ ഏരിയയിലും ഉള്ളതുപോലെ ഈ ഏരിയയിലും ഒരു ബങ്കർ ഉണ്ടാവുമല്ലോ, അവരിപ്പോ അത് തേടി പോവാണ്. ശരിയാണ്, ഇവരുടെ ഊഹം ശരിയായിരുന്നു. അതായത് അവിടെ ഒരു ബങ്കർ ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബങ്കറിന്റെ മുന്നിലായിട്ട് ഒരുപാട് ആൾക്കാർ നിന്നുകൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെയും ഉള്ളിലേക്ക് കയറ്റുന്നും പറഞ്ഞുകൊണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരാണെങ്കിൽ അവരുടെ കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അവരാണെങ്കിൽ ഒരാളെ പോലും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഇതിനിടയിൽ ജോണും ആലിസനും നേതനും പിന്നെ ഡോക്ടർ അമേയ ഇവരെല്ലാം കൂടെ ഒരു വിധത്തിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ ആ ഒരു ഗേറ്റിനടുത്തേക്ക് വരുവാണ്. ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഗവൺമെന്റ് ഒഫീഷ്യലാണ്, ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറ്റണമെന്ന് പറയാണ്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗാർഡുകളെല്ലാം ഇവരുടെ ID കാർഡ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ID കാർഡ് കൊണ്ടുവന്നത് ആകെ നമ്മുടെ ആലിസ മാത്രമാണ്. അപ്പോൾ അവളോട് മാത്രം ഉള്ളിലേക്ക് കയറാൻ പറയാണ്. ഇത് കേട്ട സമയത്ത് ആലിസൻ പറയാണ് ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ മകനാണ്, അവരെയും കൂടെ ഉള്ളിലേക്ക് കയറ്റണമെന്ന് പറയുമ്പോൾ പറ്റൂല, അതൊരിക്കലും പറ്റൂല, ID കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ എന്നിപ്പോൾ അവർ പറയാണ്. ഇതേ സമയത്ത് ഇത് കേട്ട വില്യംസിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. അവനിപ്പോ അവിടെ പ്രശ്നമുണ്ടാക്കാൻ നോക്കുവാണ്. ഇത് കണ്ട പട്ടാളക്കാരാണെങ്കിൽ വെറുതെ ഇരിക്കുക, അവരിപ്പോ ഒറ്റ പൊട്ടിക്കലാണ്. അതോടെ വില്യംസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇത് കണ്ടുകൊണ്ട് നിന്ന് ആളുകളാണെങ്കിൽ ചെറുതായിട്ട് പേടിച്ചു പോവാണ്. അപ്പോഴേക്കും അവർ ആ ഗേറ്റ് അങ്ങ് ക്ലോസ് ചെയ്തു. ഇതേ സമയത്താണ് അവിടെ ഒരു അലാറം സൗണ്ട് മുഴങ്ങുന്നത്. ഇത് കേട്ട പട്ടാളക്കാരാണെങ്കിൽ വേഗം തന്നെ ബങ്കറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കാരണം എന്താ, അങ്ങോട്ടേക്ക് വലിയൊരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്റ്റോം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ആളുകളാണെങ്കിൽ അവിടെ കടന്നുകൊണ്ട് പരക്കം പായാണ്. കാരണം എന്താ, എവിടെങ്കിലും ഒളിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് ഇവർ തീർച്ചയായിട്ടും മരണപ്പെട്ടു പോകും. ഓരോരുത്തരും പല പല ഭാഗത്തേക്ക് പോയി ഒളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോ ജോൺ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് അവൻ
അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഒരു വണ്ടിക്ക് കൈ കാണിക്കുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ ഇവിടെ നിന്നും സേഫായിട്ട് കൊണ്ടുപോകാമോ എന്ന് അവൻ ചോദിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് അയാൾ പറഞ്ഞു, എനിക്ക് കാശ് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ജോൺ അവന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം അയാൾക്ക് പറക്കി കൊടുത്തു. പക്ഷേ അതൊന്നും തികയത്തില്ല, നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു വാച്ചും കൂടെ വേണമെന്നിപ്പോൾ അയാൾ പറയാണ്. ജോൺ അപ്പം തന്നെ അത് ഊരി കൊടുക്കുകയാണ്. എന്നിട്ട് ഇവർ 4 പേരും കൂടെ ആ വണ്ടിയിലങ്ങ് കയറുകയാണ്. അതായത് ജോണ്, അമയ, നേതൻ പിന്നെ ഡോക്ടർ ആലീസ്. ഇവർ 4 പേരും കൂടെ ആ വണ്ടിയിലേക്ക് കയറുകയാണ്. അയാൾ അപ്പം തന്നെ ആ വണ്ടി എടുത്തുകൊണ്ട് ഫുൾ സ്പീഡിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് ആ വണ്ടിയുടെ പുറകിലായിട്ട് അതിഭീകരമായിട്ടുള്ള ആ വലിയ ഇലക്ട്രോമാഗ്നറ്റിക് സ്റ്റോമിനെ കാണിക്കുകയാണ്. അതിൽ നിന്നും എങ്ങനെയൊക്കെയോ വളരെയധികം സാഹസികമായിട്ട് തന്നെ രക്ഷപ്പെട്ടുകൊണ്ട് ഇവർ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ് നേതൻ. ഇപ്പൊ ആലീസിനാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, നമ്മൾ ഉറപ്പായിട്ടും രക്ഷപ്പെടും. ഇതേ സമയം വില്യംസ് മരിച്ചുപോയായിരുന്നല്ലോ, ഇപ്പോ അവനെ ഓർത്തുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അമയ. ഇതേ സമയത്താണ് ആ ഡ്രൈവർ ഇവരോടൊരു കാര്യം പറയുന്നത്, സാറേ നിങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നത് എന്തുകൊണ്ടും നന്നായി കേട്ടോ, കാരണം അവിടെ ഭക്ഷണവുമില്ല വെള്ളവുമില്ല, അതിനു വേണ്ടിയിട്ട് അവിടെ എപ്പോഴും അടിയും വഴക്കുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നിന്നും വന്നത് വളരെ നന്നായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ തന്ന കാശിന് ഞാൻ എന്തായാലും നിങ്ങളെ നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചു തരാം. അങ്ങനെ ഒരുപാട് ദൂരം ഇവരാണെങ്കിൽ ഒരു കാട്ടിക്കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ വണ്ടി സൈഡ് ഒതുക്കി നിർത്തുകയാണ്. അതേ സമയത്ത് ആ ഡ്രൈവർ ആണെങ്കിൽ തൻ്റെ കഥ ഇപ്പോൾ ജോണിനോട് പറയാണ്. അതായത് ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് താൻ ഈ നാട്ടിലേക്ക് വന്നപ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഭൂമിയുടെ അവസ്ഥ ദാണ്ട് ഇങ്ങനെയായി മാറി. ഇവിടെ ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോണിപ്പോൾ ഫ്രാൻസിനെ കുറിച്ച് ചോദിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ, അവിടെ സേഫ് അല്ലെന്ന് ചോദിച്ച സമയത്ത് അയാൾക്ക് കാര്യം കത്തി. ഓഹോ, നിങ്ങൾ ആ മറ്റേ ഹാബിറ്റബിൾ സോൺ അതന്വേഷിച്ച് വന്നവരാണല്ലേ, അതായത് ക്രേറ്റർ എന്ന് പറയുന്ന ആ സ്ഥലം. എൻ്റെ പൊന്നു സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങോട്ടേക്ക് പോകുന്നത് വളരെയധികം അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയാൽ തന്നെ അങ്ങനൊരു സ്ഥലമുണ്ടോ ഇല്ലെന്ന് പോലും ആർക്കും അറിയത്തില്ല. ചിലർ പറയുന്നത് അത് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന്. ഈ സമയത്താണ് അവിടെ ഭൂമിക്ക് ചെറുതായിട്ടൊരു ഇളക്കം. കല്ലുകളും മരങ്ങളും എല്ലാം കിടന്നങ്ങ് കുലുങ്ങുകയാണ്. അപ്പം തന്നെ ജോണിന് കാര്യം മനസ്സിലായി. അവനിപ്പോൾ അവൻ്റെ ഫാമിലിയോടും ഡോക്ടർ അമയോടും പിന്നെ ആ ഡ്രൈവറോടും പറയാണ്, വേഗം തന്നെ ചെന്നിട്ട് ഏതെങ്കിലും മരത്തിൽ അള്ളിപ്പിടിച്ച് നിന്നോളാൻ. ഒട്ടും വൈകിയില്ല, ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റും ഷോർട്ട് വേവും അവിടെ പെട്ടെന്ന് ഉണ്ടാവുകയാണ്. ഇവർ നോക്കുമ്പോൾ എന്താ ചെറിയ ചെറിയ ഉൽക്കകളുടെ കഷ്ണങ്ങൾ അതിങ്ങനെ ഫോറസ്റ്റിന് മുകളിലൂടെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാറ്റും ഷോക്ക് വേവും അതെല്ലാമാണ് അവർക്ക് അവിടെ ഫീൽ ആവുന്നത്. അത് കാരണമാണ് ആ കാട് തന്നെ കടന്ന് കുലുങ്ങുന്നത്. ഇനി എങ്ങാണോ വല്ല അഗ്നിപർവ്വതമോ പൊട്ടിയിട്ട് അതിൻ്റെ എഫക്റ്റാണോ ഈ ഉണ്ടാവുന്നതെന്ന് പോലും അവർക്കറിയത്തില്ല. എന്തായാലും മുകളിലേക്ക് നോക്കുമ്പോൾ തീഗോളങ്ങളാണ്. ഇതിങ്ങനെ പോകുന്ന സമയത്ത് മരങ്ങളുടെ മുകളിലായിട്ട് തീ പിടിക്കുന്നുമുണ്ട്. ഇതേ സമയത്താണ് ആ ഡ്രൈവർ അയാളുടെ വണ്ടിയെ പറ്റി ആലോചിക്കുന്നത്. ദൈവമേ, ആ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ എനിക്ക് സ്വന്തമായിട്ട്, അതെങ്ങനെയെങ്കിലും സേഫ് ആക്കണം എന്നും പറഞ്ഞിട്ട് അയാളിപ്പോൾ ആ വണ്ടി സേഫ് ആക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് വലിയൊരു തീഗോളം വന്നിട്ട് ഇയാളുടെ ദേഹത്തേക്ക് വന്ന് പതിക്കുകയാണ്. കൂടെ തന്നെ ആ ഒരു വണ്ടിയുടെ ഒരു ഭാഗം നശിച്ചു പോകുന്നുമുണ്ട്. പിന്നെ ആ ഡ്രൈവർ അവിടെ മരിച്ചും പോവാണ്. ഇതിങ്ങനെ വളരെയധികം ദയനീയമായിട്ട് നോക്കി നിൽക്കാനല്ലാതെ ജോണിനെ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഒന്ന് ശാന്തമാവാണ്. പിന്നീട് ആ കാട്ടിൽ നിന്നും ഇവര് പുറത്തേക്ക് വരുവാണ്. കാരണം ഇനി അധികം വൈകാതെ തന്നെ ഈ കാടിന് തീ പിടിച്ച് അതവിടെ ഇല്ലാതെയാവും. ഓൾറെഡി ഈ മരത്തിന്റെയൊക്കെ മുകളിലായിട്ട് ചെറുതായിട്ട് തന്നെ തീ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവര് വേഗം തന്നെ ആ ഡ്രൈവറുടെ വണ്ടിയിലായിട്ട് ഇവരുടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നുമെല്ലാം ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി ഇവരെടുക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇവര് നടക്കാൻ തുടങ്ങുകയാണ്. നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവരിപ്പോൾ ലണ്ടനിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. ലണ്ടനിലെത്തിയ ജോൺ ആണെങ്കിൽ അവന്റെ ഫാമിലിയും കൂട്ടി അവനറിയാവുന്ന ഏതൊരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ അവിടേക്ക് വന്ന ശേഷം വാതിൽ തട്ടുവാണ്. പെട്ടെന്ന് തന്നെ കുറച്ച് വൃദ്ധയായിട്ടുള്ള സ്ത്രീ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ജനാല വഴി നോക്കിയിട്ട് ഇവരോട് ആദ്യം പറയാണ്, വേഗം തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ. എന്നാൽ ജോണിനെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം അവര് വാതിൽ തുറക്കാണ്. എന്നിട്ട് പറയാണ്, വേഗം വാ, വേഗം അകത്തേക്ക് വാ. അതായത് ഈ സ്ത്രീക്കുണ്ടല്ലോ നേരത്തെ തന്നെ ജോണിനെ അറിയാം. അതുപോലെ തന്നെ ഇവരെ പോലെ പ്രായമുള്ളവരാണ് കൂടുതലും ഈ സ്ഥലത്തുള്ളത്. അതായത് ഒരു ഹോൾഡേജ് ഹോം പോലെ. ഇതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടുണ്ടല്ലോ, ഇതിൻ്റെ അകത്തെ വായു എന്ന് പറയുന്നത് അത് തികച്ചും ശുദ്ധമായിട്ടുള്ള വായുവാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജനറേറ്റർ വഴി അവർ ആ വായുവിനെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഇവരെല്ലാവരും ഒന്ന് റിലാക്സ് ആവുന്നത് കേട്ടോ. എന്തായാലും ആ മുത്തശ്ശി കൊടുത്ത ഭക്ഷണവും വെള്ളവും വൈനും അതെല്ലാം ഇവർ കഴിക്കുകയാണ്. ഇതിനിടയിൽ ജോൺ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, മുത്തശ്ശി നിങ്ങൾ ആ ഫ്രാൻസിലെ ക്രേറ്റർ എന്ന സ്ഥലത്തെ പറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഭൂമിയിലെ ഏക ഹാബിറ്റബിൾ സോൺ. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറയാണ്, പലരും അങ്ങനെ ഉണ്ടെന്നും പറഞ്ഞു നടക്കുന്നുണ്ട്. സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആ ഒരു സ്ഥലത്തിന് വേണ്ടി കുറച്ചധികം ആൾക്കാർ ചേർന്ന് സായത്ത് നടത്തുന്നുണ്ട്. അതിന്റെ പേരിൽ കുറച്ച് യുദ്ധങ്ങളും നടക്കുന്നുണ്ട്.
മാത്രമല്ല ഞങ്ങൾ ഈ താമസിക്കുന്ന ലണ്ടൻ നഗരത്തിന്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ അതധികം നാളൊന്നും ഉണ്ടാവില്ല മക്കളെ. വളരെയധികം വിഷമത്തോട് കൂടിയിട്ടാണ് മുത്തശ്ശി ഈ ഒരു കാര്യം ഇവരോട് പറയുന്നത് കേട്ടോ. എന്തായാലും ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ഇവർ നേരെ ഉറങ്ങാൻ പോവാണ്. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ആലിസൺ ഇത്ര റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പോ ഒന്ന് ഉറങ്ങാൻ നോക്കുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ജോണിനെ കാണാനില്ല. നോക്കുമ്പോൾ ബാത്റൂമിൽ പോയിട്ട് ഭയങ്കരമായിട്ടുള്ള ചുമയും തുമ്മലും ഇതെല്ലാം ജോണിനുണ്ടായിരുന്നു. ഇപ്പൊ ആലിസൺ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്താ ജോണെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ചുമച്ചുകൊണ്ടിരുന്ന ജോണിന്റെ വായിൽ നിന്നും രക്തം വരുവാണ്. ഇത് കണ്ടപ്പോൾ വീണ്ടും വീണ്ടും എന്താ കാര്യമെന്ന് ആലിസൺ ചോദിച്ച സമയത്ത് ജോൺ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും പക്ഷെ അവസാനം അവനത് പറയേണ്ടി വന്നു. അതായത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവനാണെങ്കിൽ പല തവണയായിട്ട് ആ ബങ്കറിൽ നിന്നും പുറത്തേക്ക് പോകാറുണ്ടായിരുന്നല്ലോ. ആ നേരത്തെ റേഡിയേഷൻ അവന്റെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ കാര്യമായിട്ടുള്ള അസുഖം അവനുണ്ടെന്നുള്ള കാര്യം ഡോക്ടർ അവനോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അധിക നാളൊന്നും അവൻ ജീവിച്ചിരിക്കത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ അവളോട് പറയാണ്. ഇത് കേട്ട സമയത്ത് ആലിസൺ വല്ലാതെ ഷോക്കായി പോവാണ്. ഇപ്പോൾ അവള് പറയാണ് നമുക്കെന്തായാലും നിങ്ങൾ പറഞ്ഞ ക്രൈറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊന്നും നമുക്ക് പോകണ്ട, പകരം നമുക്ക് ഇവിടെ തന്നെ നിന്നാലോ. നിങ്ങൾക്കിനി അധിക നാളില്ലെങ്കിൽ സമാധാനത്തോടുകൂടി നിങ്ങളോട് ജീവിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇപ്പോ ജോൺ പറയാണ് ആലിസൺ നീ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ മരിക്കാൻ നേരത്ത് എനിക്കൊരു സമാധാനം വേണ്ടേ. നീയും എന്റെ മകനും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്താണെന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടില്ലേ. ഈ ഒരു സ്ഥലത്തിനും അധിക നാൾ ആയുസില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. നമുക്ക് നാളെ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയാണ്. അങ്ങനെ ജോൺ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ആലീസിനെയും നേതനെയും ഡോക്ടർ അമ്മയെയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോവാണ്. അങ്ങനെ ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയെല്ലാം മുത്തശ്ശി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഗണ്ണെടുത്ത് ജോണിന് കൊടുക്കുകയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ച സമയത്ത് പോകുന്ന വഴിയിൽ അത് നിനക്ക് ആവശ്യമായി വരുമെന്ന് മുത്തശ്ശി പറയാണ്. അങ്ങനെ ആ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ഇവർ പോകാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ വലിയ ഒരു കാട്ടിലൂടെയാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് രാത്രിയാണ് കേട്ടോ. ആരെന്നറിയത്തില്ല കുറച്ച് ആളുകൾ ചേർന്ന് ഇവരുടെ വാഹനത്തെ നോക്കി വെടിവെക്കുകയാണ്. ആ ബുള്ളറ്റ് വന്ന് കയറുന്നത് ഡോക്ടർ അമ്മയുടെ നെഞ്ചത്തേക്കായിരുന്നു. സ്പോട്ടിൽ തന്നെ അവൾ മരണപ്പെട്ടു പോവാണ്. ഇപ്പൊ ജോണിന്റെ കയ്യിലും ഗണ്ണുണ്ടല്ലോ, അവനിപ്പോ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് ഈ കള്ളന്മാരാണെങ്കിൽ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വണ്ടിയുടെ എഞ്ചിന് നേരെ ഷൂട്ട് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്താ, അവർക്ക് ആവശ്യം ഈ ഒരു വണ്ടിയാണ്. എന്തായാലും കയ്യിൽ ഗൺ ഉള്ളത് കൊണ്ടും അത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ജോണിപ്പോ അതിലുണ്ടായിരുന്ന കള്ളന്മാരിൽ പകുതി മുക്കാൽ പേരെയും അവിടെ വെടിവെച്ചിടുവാണ്. അവസാനം ഒരുത്ത മാത്രം ബാക്കിയുണ്ട്. അവനെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഗണ്ണിലാണെങ്കിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. അവന്റെ കൈകൊണ്ട് ഞാനിപ്പോ തീരുമെന്ന് ജോൺ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവന്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ഷോട്ട് ഗൺ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് ആ കള്ളനെ അവിടെ കൊന്നുകളയാണ്. പെട്ടെന്ന് ആലിസൺ അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ജോൺ അവിടെ മരിക്കാതിരുന്നത്. ഇതിന് ശേഷം രാവിലെ ആവാറായ സമയത്ത് ഡോക്ടർ അമേയയുടെ ബോഡി ഇവരാണെങ്കിൽ അവിടെ മറവ് ചെയ്യാണ്. അങ്ങനെ വീണ്ടും ഇവരുടെ ഈ ഒരു യാത്ര തുടരുകയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാനാണെങ്കിൽ ഒരുമാതിരി മരുഭൂമികളെ പോലെയായിരുന്നു. പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ല. ചില ഭാഗത്താണെങ്കിൽ വലിയ വലിയ തടാകങ്ങൾ കാണാനുണ്ട്. പക്ഷേ അവിടുത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. കാരണം ഇവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ആ ഒരു വെള്ളമാണെങ്കിൽ റേഡിയോ ആക്റ്റീവാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാരകമായിട്ടുള്ള അസുഖങ്ങൾ തന്നെ വരും. അതൊന്നിലും തൊടാതെ തന്നെ അവരുടെ യാത്ര തുടരുന്നുണ്ട്. പോകുന്ന വഴിയിൽ പല പല അപകടം പിടിച്ച കാര്യങ്ങൾ ഇവർ കാണുന്നുണ്ട്. കാരണം ഭൂമിയുടെ അവസ്ഥ അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഭൂമിയുടെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് വലിയ വലിയ കൊക്കകളായി മാറിയിട്ടുണ്ട്. എന്തോ വലിയ ഉൽക്കകൾ വന്ന് വീണിട്ടായിരിക്കണം ഇങ്ങനെയൊക്കെയായി മാറിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവസാനം ഇവർ ഇംഗ്ലണ്ടിന്റെ ബോർഡറിലേക്ക് എത്തുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ഫ്രാൻസിലേക്ക് പോകാൻ. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ആ ബോർഡറിലേക്ക് എത്തിയപ്പോഴാണ് ഒരുപാട് വാഹനങ്ങൾ അവിടെ ഒരു സ്ഥലത്തായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോ എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി ഇവർ അങ്ങോട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും ബോർഡർ ലൈൻ ഉണ്ടല്ലോ, അതിന് നടുവിലായിട്ട് ഈ ഒരു ഭൂമി ആണെങ്കിൽ രണ്ടായിട്ട് വിണ്ട് കീറി കിടക്കുകയാണ്. ഏകദേശം ഒരു പാതാളക്കുഴി പോലെ. മാത്രമല്ല അതിന് നല്ല വലിപ്പവും ആഴവും ഉണ്ടായിരുന്നു. ഇതിനപ്പുറത്തേക്ക് വണ്ടി ഉപയോഗിച്ച് പോകാൻ കഴിയില്ല. ആകെയുള്ള മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിണ്ട് കീറിയ ഭാഗത്തായിട്ട് ചെറിയൊരു ആണി പോലത്തെ സംഭവമുണ്ട്. അവിടം വരെ തൂക്കയർ വെച്ചിട്ടുള്ള ഒരു പാലം, അതിനും അപ്പുറത്തേക്ക് ക്രോസ് വെച്ച 2 ഏണികൾ, അതുപയോഗിച്ച് വേണം അപ്പുറത്തേക്ക് പോകാൻ. ഇത് കണ്ട സമയത്ത് നേതനാണെങ്കിൽ വല്ലാതെ പേടിച്ചു പോവാണ്. അച്ഛാ എനിക്കിതിലൂടെ വരാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. ഇത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാവുകയാണ്. എന്നാലും അവിടെ ധൈര്യം സംഭരിച്ച് കുറെ പേരാണെങ്കിൽ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ജോണ് പറയണം മോനെ ഇതല്ലാതെ
നമുക്ക് വേറൊരു വഴിയില്ല. നീ ഇപ്പോൾ ധൈര്യം കാണിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ കിടന്ന് മരിച്ചു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും മോൻ താഴേക്ക് നോക്കണ്ട, അച്ഛൻ്റെ പിന്നാലെ തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൻ ആദ്യമേ മുന്നോട്ട് പോവാണ്. ആദ്യം ജോൺ, പിന്നെ ആലിസും, പിന്നെ നേതൻ. അവരുടെ കൂടെ തന്നെ വേറെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ആ തൂക്കുപാലത്തെ കൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ വലിയ ശക്തമായിട്ടൊരു കാറ്റടിക്കുകയാണ്. അത് കാരണം അതവിടെ കിടന്ന് ആടി ഉലയുവാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ആർക്കായാലും ഒരു പേടി തോന്നത്തില്ലേ? അതുപോലെ തന്നെ നമ്മുടെ നേതനാണെങ്കിൽ അവിടെ കിടന്ന് വിറച്ചു പോവാണ്. എന്നാലും താഴോട്ട് നോക്കാതെ പതിയെ പതിയെ മുന്നോട്ടേക്ക് നടക്കാൻ ജോൺ പറയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഇവരെല്ലാവരും വന്നെങ്കിൽ ആദ്യത്തെ ഒരു കടമ്പ കടന്നിരിക്കുകയാണ്. ഇനിയാണ് ഏറ്റവും വലിയ കടമ്പ. അതായത് ചരിച്ചിട്ടേക്കുന്ന ആ ഒരു ഏണിയുടെ പുറത്തായിട്ട് പയ്യെ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് പയ്യെ പയ്യെ വേണം അപ്പുറത്തേക്ക് കടക്കാൻ. ഇത് കണ്ട സമയത്ത് നേതനാണെങ്കിൽ ആകെ അങ്ങ് പേടിച്ചു പോവാണ്. കാരണം തൂക്കുപാലത്തിൽ കൂടെ വരുന്ന സമയത്ത് പിടിച്ചു വരാനായിട്ട് രണ്ടറ്റത്തുമായിട്ട് കയറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെയാണെങ്കിൽ ഇത് യാതൊന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും രണ്ടും കൽപ്പിച്ച് അവൻ അതിലേക്ക് കയറുവാണ്. ഇവരേകദേശം നടുവിലെത്താറായ സമയത്താണെങ്കിൽ അവിടെ ചെറിയ ഭൂമികുലുക്കം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വശത്തും ഉണ്ടായിരുന്ന പാറകളാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങുകയാണ്. മാത്രമല്ല അവരിങ്ങോട്ടേക്ക് കയറി വന്ന് ആ ഒരു തൂക്കുപാലമുണ്ടല്ലോ അതിപ്പോ പൊട്ടിപ്പൊളിഞ്ഞ് നേരെ താഴേക്ക് വീഴുവാണ്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കുഴിയിലേക്ക് വീണു. അതുപോലെ തന്നെ ഇവര് പൊയ്ക്കൊണ്ടിരിക്കുന്ന രണ്ട് ഏണികളും അതവിടെ കിടന്ന് കുലുങ്ങാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് ഇവര് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏണിയുടെ അപ്പുറത്തായിട്ട് മറ്റൊരു ഏണി ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്ന ആളുകളെ മുഴുവനും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തനാണെങ്കിൽ അയാളുടെ സുരക്ഷ കരുതി എല്ലാവരെയും തള്ളി താഴേക്കിടുകയാണ്. ഇതിനിടയിൽ ആ ഏണി താഴേക്ക് വീഴുമെന്ന് അയാൾ മനസ്സിലാക്കിയ സമയത്ത് അയാൾ എന്ത് ചെയ്തു? നേരെ ജോണും കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഏണിയിലേക്ക് ചാടി കയറുകയാണ്. അവൻ നേരെ ചാടി വന്ന് നിന്നത് നേതന്റെ അടുത്തേക്കാണ്. ഇപ്പോ അവന്റെ സുരക്ഷ കരുതി അവനാണെങ്കിൽ നേതനെ ചവിട്ടി താഴെടാൻ നോക്കുന്ന സമയത്ത് അവൻ തന്നെ താഴേക്ക് വീഴുകയാണ്. എന്തായാലും ജീവൻ പോയി നിന്നിരുന്ന സമയമായിരുന്നത്. രണ്ട് ഭാഗത്തു നിന്നും നന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ ഏണിയാണെങ്കിൽ ഇപ്പോൾ താഴേക്ക് വീഴുകയും ചെയ്യും. എന്നാൽ ഒരു വിധത്തിൽ ജോൺ കൊടുത്ത ആ ഒരു ധൈര്യത്തിലാണ് ഇവർ രണ്ടുപേരും ആ ഒരു പാലം കടന്നത്. ഇനി മുന്നോട്ടേക്ക് പോവാൻ ഇവരുടെ പക്കൽ കാറൊന്നുമില്ല. അതിന് പകരം ഇവര് തന്നെ നടന്ന് തന്നെ പോകണം. അങ്ങനെ ഒരുപാട് ദൂരം ഇവര് നടന്ന് പോവാണ്. പക്ഷേ എത്ര നടന്നിട്ടും ഇവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കാണണ്ടേ? അവിടെ യാതൊന്നും തന്നെ ഇല്ല. ആ ഒരു ഭൂമിയാണെങ്കിൽ തരിശായി കിടക്കുകയാണ്. അങ്ങനെ ഇവര് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ ഉൽക്കകളൊക്കെ വന്ന് പതിക്കുമ്പോൾ ഒരുപാട് ഗർത്തങ്ങൾ കാണുമല്ലോ. അങ്ങനത്തെ ഒരുപാട് ഗർത്തങ്ങൾ ഇവര് കാണുവാണ്. അതായത് ഈ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് എങ്ങോട്ടേക്ക് പോകണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതേ സമയത്താണ് അവരുടെ അടുത്തേക്ക് ഒരാൾ ഗണ്ണുമായിട്ട് വരുന്നത്. മര്യാദയ്ക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നും തിരിച്ചു പോകാൻ പറയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ വെടിവെക്കുമെന്ന് അയാൾ തീർത്തു പറഞ്ഞു. എന്നാൽ ഈ സമയത്താണ് ജോൺ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ കള്ളന്മാരോ കൊള്ളക്കാരോ അങ്ങനെ ആരുമല്ല. അതിജീവിക്കാൻ വേണ്ടി ഈ ഒരു നാട്ടിലേക്ക് വന്നതാ. ഇതെന്റെ ഭാര്യയും മകനുമാണ്. ഈ കാര്യം മറ്റേയാൾക്ക് മനസ്സിലായ സമയത്ത് അയാൾ ആ ഗണ്ണങ്ങ് താഴ്ത്തുവാണ്. അയാളുടെ പേരാണ് ഡെന്നീസ്. ഇപ്പോ ഡെന്നീസ് അവരോട് പറയാണ്, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, വാ എന്റെ സ്ഥലത്തേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവരെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. വീടെന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു പഴയ ഫാക്ടറി ആയിരുന്നു. ഇവിടെ ജീവിക്കാൻ വേണ്ടി അവർ ആശ്രയിക്കുന്നത് സോളാർ എനർജിയാണ് കേട്ടോ. എന്തായാലും അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർക്കാണെങ്കിൽ നടക്കാനോ സംസാരിക്കാനോ കഴിയത്തില്ല. ഈ ഭൂമിയിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം, റേഡിയേഷൻ കാരണം അവരുടെ ശരീരം ഇങ്ങനെയായി മാറിയതാണ്. അത് കാരണം അവർക്ക് സംസാരിക്കാനും കഴിയത്തില്ല, നടക്കാനും കഴിയത്തില്ല. ശരീരമാകെ തളർന്നു പോയി എന്നുള്ള കാര്യം ഡെന്നീസ് അവരോട് പറയാണ്. അതുമാത്രമല്ല ഡെന്നീസിനാണെങ്കിൽ ഒരു മകളും കൂടെ ഉണ്ട്. അവളുടെ പേരാണ് കമീല. ഇപ്പോ ജോണിന്റെ മകനായിട്ടുള്ള നേതനാണെങ്കിൽ കമീലയുമായിട്ട് നല്ല രീതിയിൽ തന്നെ കമ്പനി ആവുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോൺ ആണെങ്കിൽ ഫ്രാൻസിലെ ഹാബിറ്റബിൾ സോണിലുള്ള ആ ഒരു ക്രൈറ്ററിനെ പറ്റി ഡെന്നീസിനോട് ചോദിക്കുകയാണ്. ഇപ്പോഴാണ് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കിട്ടുന്നത്. അതെ, ക്രൈറ്റർ എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നുള്ള കാര്യം ഡെന്നീസ് പറയാണ്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം ഏറ്റെടുക്കാനായിട്ട് കുറച്ചാളുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്നത് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങോട്ടേക്കാണം എത്തിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലവും. ഇതേ സമയം മറ്റൊരു ഭാഗത്താണെങ്കിൽ നേതനും കമ്മിലയും നല്ല രീതിയിൽ തന്നെ കമ്പനി ആയല്ലോ. ഇപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞു പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. എങ്ങനെ ആ ക്രൈറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം എന്നുള്ള വഴി ഇപ്പോൾ ഡെന്നീസ് ജോണിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മാപ്പ് എടുത്തിട്ട് അതിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഡെന്നീസ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ഫോട്ടോ, അവര് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതെടുത്തിട്ട് ജോണിന് കൊടുത്തിട്ട് പറയണ, ഇത് അവിടെയുള്ള ആർമിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫോട്ടോയാണ്. ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയും. നിങ്ങൾ എന്തായാലും സേഫായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് വായെന്നിപ്പോ ഡെന്നീസ് പറയാണ്. ഈ സമയം ഡെന്നീസ് ആണെങ്കിൽ എന്തിനാണെന്നറിയത്തില്ല അവിടെ ഇരുന്നുകൊണ്ട് പയ്യെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ജോൺ ചോദിക്കുകയാണ്, അല്ല ഡെന്നീസ്, നിങ്ങൾ
സംസാരിക്കുമ്പോൾ എന്താ ഇങ്ങനെ ഇടറി സംസാരിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമം? ഇപ്പൊ ഡെന്നീസ് പറയാണ്, ജോണെ ചോദിക്കുന്നുണ്ടെന്നും തോന്നല്ലേ, നിങ്ങൾ പോകുമ്പോൾ എൻ്റെ മകളെയും കൂടെ കൊണ്ടുപോകാമോ? ഇവിടുത്തെ ഈ നരകതുല്യമായ ജീവിതത്തിൽ നിന്നും അവളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. എൻ്റെ മോളെ വിട്ട് പിരിയാനായിട്ട് എനിക്ക് യാതൊരു ഇഷ്ടവുമില്ല. എന്നാലും ഞാനിവിടെ സെൽഫിഷ് ആവുന്നില്ല. എൻ്റെ മോളുടെ ഭാവി അതെനിക്ക് സുരക്ഷിതമാക്കണം. അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കുമോ? ഇത് കേട്ട സമയത്ത് ജോണിനുമാകെ സങ്കടം വരുവാണ്. അവനിപ്പോൾ ചോദിക്കാണ്, അല്ല ഡെന്നീസെ, നിനക്കും ഞങ്ങളുടെ കൂടെ വന്നൂടെ? ആ സമയത്ത് ഡെന്നീസ് പറയാണ്, ജോണെ അത് നടക്കത്തില്ലടാ. എൻ്റെ ഭാര്യ കണ്ടില്ലേ, അവക്കാണെങ്കിൽ ശരീരം ഒരടി പോലും ചലിപ്പിക്കാൻ കഴിയത്തില്ല. അവളെയും കൂടെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ ജോണാണെങ്കിൽ ഡെന്നീസിന്റെ മകളെയും കൂടെ കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുകയാണ്. അതുപോലെ തന്നെ കമീലയോട് ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അവളാണെങ്കിൽ ആദ്യമൊന്നും ഈ ഒരു കാര്യത്തെ സമ്മതിച്ച പോലുമില്ല. അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചു പോകുന്ന ഈ ഒരു കാര്യം അവൾ സമ്മതിച്ചേയില്ല. പക്ഷേ അവളെ കൊണ്ട് ഡെന്നീസ് ആണെങ്കിൽ നിർബന്ധിപ്പിച്ച് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ പോകാൻ മനസ്സിലാതെ അവളാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് കരയുവാണ്. അങ്ങനെ അവസാനം കമീലയാണെങ്കിൽ അവളുടെ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവരുടെ കൂടെ പോവാണ്. അങ്ങനെ ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഡെന്നീസ് ആണെങ്കിൽ ഒരു വാഹനമൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ അവിടെ നിന്ന് പോയെങ്കിലും കമീലയാണെങ്കിൽ ഒട്ടും ഓക്കെ ആവുന്നില്ല. അവളുടെ മുഖത്ത് ഇപ്പോഴും സങ്കടം മാത്രം. അതുകൊണ്ട് തന്നെ അവളൊന്ന് ഓക്കെ ആവാൻ വേണ്ടി, ചില്ലായിരിക്കാൻ വേണ്ടി ജോണിപ്പോ വണ്ടി സൈഡ് ഒതുക്കി നിർത്തുവാണ്. അങ്ങനെ അവരെല്ലാവരും അവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ കുറച്ചധികം മിലിറ്ററി വാഹനങ്ങൾ കടന്നു പോവാണ്. ഇപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളിപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഇവിടെ എന്താണ് ചെയ്യുന്നത്? എന്നാൽ ആ പട്ടാളക്കാരനെ നേരത്തെ അറിയാവുന്ന കമീല ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയാണ്, ഞാൻ ഡെന്നീസിന്റെ മകളാണ്, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാണ്. ഈ ഡെന്നീസിനെ ഇപ്പോൾ വന്ന പട്ടാളക്കാരൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ കൂടെ വന്നോന്ന് പറയാണ്. അങ്ങനെ അവരുടെ കൂട്ടത്തിലേക്ക് കൂട്ടുവാണ് ഇവരെ. മാത്രമല്ല ഇവർ പോകുന്ന വഴിയാണെങ്കിൽ ഭയങ്കര യുദ്ധം നടക്കുന്ന അപകടം പിടിച്ച സ്ഥലമായിരുന്നു. ഒരു വാർ സോൺ എന്ന് വേണമെങ്കിൽ പറയാം. അതിലൂടെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു ഘട്ടത്തിൽ വണ്ടിയൊന്നുമില്ല, ഇറങ്ങി നടക്കണം. അങ്ങനെ സേഫ് ആയിട്ടുള്ളൊരു ഭാഗത്തുകൂടി ആ സോൾജർ ആണെങ്കിൽ ഇവരെ കൊണ്ടുപോവാണ്. ആ സമയം എന്ന് പറയുന്നത് അത് അത്ര അപകടം പിടിച്ചതായിരുന്നു. കാരണം എന്താണെന്നറിയോ? ചീറിപ്പായുന്ന വെടിയുണ്ടകൾ, പല ഭാഗത്തായിട്ട് പൊട്ടുന്ന ബോംബുകൾ, അതിലെല്ലാം പെട്ട് പെടഞ്ഞു വീഴുന്ന മനുഷ്യര്, ഒരുമാതിരി നരകം പോലത്തെ സ്ഥലം. അതിലൂടെയാണ് അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇവർ എത്ര നേരം സഹായിച്ച ആ ഒരു പട്ടാളക്കാരൻ പറയാണ്, ഇനി എൻ്റെ ടീമിന്റെ കൂടെ നിന്ന് എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. അവരെ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് കഴിയത്തില്ല. മാത്രമല്ല ഇനി മുന്നോട്ടേക്ക് പോകേണ്ടത് അത് നിങ്ങൾ ഒറ്റയ്ക്കാണ്. പക്ഷെ പോകാനുള്ള വഴി അത് ഞാൻ പറഞ്ഞു തരാം. ദാ ആ വഴിയിലൂടെ നിങ്ങൾ പോയാൽ മതി. കുറച്ചു ദൂരം നിങ്ങൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ പട്ടാളക്കാരുടെ ക്യാമ്പ് കാണാൻ കഴിയും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സഹായം ലഭിച്ചേക്കാം. അങ്ങനെ ഈ പട്ടാളക്കാരനോട് ഒരുപാട് നന്ദി പറഞ്ഞ് അയാൾ കാണിച്ച ആ വഴിയിലൂടെ ഇവർ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ ആ പട്ടാളക്കാരൻ പറഞ്ഞ വഴിയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയ സമയത്ത് അവരുടെ ക്യാമ്പ് കാണുവാണ്. അവിടെ എത്തിയിട്ട് ഈ കമീലയുടെ അച്ഛനായിട്ടുള്ള ഡെന്നീസ് പറഞ്ഞ ആ ഒരു പട്ടാളക്കാരനെ അന്വേഷിക്കുകയാണ്. എന്നാൽ ചിലർ പറയുന്നത് അയാളാണെങ്കിൽ ഓൾറെഡി യുദ്ധത്തിൽ മരിച്ചുപോയി എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവരെ അറിയാവുന്ന ആരും അവിടെ ഇല്ല. ഇവരെ സഹായിക്കാൻ ആരും മുന്നോട്ടേക്ക് വരുന്നതുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഈ ഒരു ക്യാമ്പിന് പുറകിലായിട്ട് വലിയൊരു മലയുണ്ട്. മിക്കവാറും ആ ഒരു മലയുടെ മുകളിലായിരിക്കണം ഇവർ തേടി വന്ന ആ ഒരു ഹാബിറ്റബിൾ സോൺ ആയിട്ടുള്ള ക്രേറ്റർ ഉള്ളത്. ഇപ്പൊ ജോൺ ആണെങ്കിൽ തന്റെ ഫാമിലി ഒരു ഭാഗത്ത് നിർത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരോട് ചെന്ന് പറയാണ്, സാറേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വന്നതോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ടീമിൽ പെട്ടതോ ഉള്ളയാളല്ല ഞാൻ. ഒരു സാധാരണ മനുഷ്യനാണ്. എനിക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ട്. മാത്രമല്ല ഇനി അധിക നാളൊന്നും ഞാൻ ജീവിച്ചിരിക്കത്തില്ല. എപ്പോഴും ബ്ലഡ് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ് ഞാൻ. റേഡിയേഷൻ കാരണം വലിയ എന്തോ അസുഖമുണ്ട് എനിക്ക്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരൊന്ന് കടത്തിവിടണം. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും സാറേ. എൻ്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ്. എൻ്റെ ഫാമിലി അനാഥമായി പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് സഹായിക്കുമോ എന്ന് ആ പട്ടാളക്കാരൻ്റെ കാല് പിടിക്കുന്ന രീതിയിൽ ജോണിപ്പോൾ അയാളോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ദയ തോന്നിയിട്ടാവണം ആ പട്ടാളക്കാരൻ പറയാണ്, ഓക്കെ, മുകളിലേക്ക് ഇപ്പോൾ ഒരു വണ്ടി പോകുന്നുണ്ട്, നിങ്ങളെല്ലാവരും അതിലേക്ക് കയറിക്കൊള്ളാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ ജോണിനാകെ സന്തോഷം വരുവാണ്. അവനാണെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ നേതനെയും ആലിസിനും പിന്നെ കമീലയും കൂട്ടി ആ ഒരു ബസ്സിലേക്ക് കയറുവാണ്. ഇവരുടെ കൂട്ടത്തിൽ വേറെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മലയുടെ മുകളിലേക്ക് ആ ഒരു ബസ് ആണെങ്കിൽ അങ്ങനെ പോവാണ്. മലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മലയൊന്നുമല്ല, വലിയൊരു മലയാണ്. ഈ ഒരു ബസ്സാണെങ്കിൽ അവിടെ എത്താറായ സമയത്ത് ആരോ 2 പേര് വന്നിട്ട് ഇവരുടെ ഈ ഒരു ബസ്സിനെ ആക്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ബസ്സിലുണ്ടായിരുന്ന പട്ടാളക്കാരാണെങ്കിൽ അവരിറങ്ങി തടയാൻ നോക്കുന്ന സമയത്ത് ഇപ്പൊ വന്ന പട്ടാളക്കാരാണെങ്കിൽ അവരെ കൊന്നുകളയാണ്. എന്നിട്ട് അതിലുണ്ടായിരുന്ന ഒരുത്തനിപ്പോ അകത്തേക്ക് വന്നിട്ട് എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങാൻ പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഇവര് 2 പേരും ചേർന്ന് ഇവരെല്ലാവരെയും വെടിവെച്ച് കൊന്നുകളയാനായിരിക്കും. അപ്പോ ഈ ഒരു സമയത്ത് ജോൺ തീരുമാനിക്കുകയാണ്, എന്റെ ജീവൻ പോയാലും എന്റെ ഫാമിലിക്കൊന്നും സംഭവിക്കരുത്. ജോൺ ഒന്നും നോക്കിയില്ല. ആയുധമായിട്ട് നിൽക്കുന്ന അയാൾക്ക് നേരെ അവൻ ചാടി വീഴുവാണ്.
വരികയാണ്. അയാളെ ആക്രമിക്കുകയാണ്. ഇതേ നേരത്ത് പുറത്തൊരു പട്ടാളക്കാരൻ ഉണ്ടായിരുന്നല്ലോ, അയാളെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കൈകാര്യം ചെയ്തു. അതേ സമയത്താണ് ഉള്ളിൽ നിന്നും ഒരു വെടിവെച്ച് കേൾക്കുന്നത്. ഇപ്പൊ ജോൺ ആണെങ്കിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുവാണ്. മാത്രമല്ല ഉള്ളിൽ കയറിയ ആ ഒരു പട്ടാളക്കാരനെ അവൻ കൊന്നിട്ടുമുണ്ട്. പക്ഷേ നേരത്തെ കേട്ട ആ ഒരു വെടിവെച്ച ബുള്ളറ്റ് കയറിയത് നമ്മുടെ ജോണിന്റെ ശരീരത്തിലേക്കായിരുന്നു. വേഗം തന്നെ ആലീസിന്റെ നേതനും അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. എന്നിട്ട് ആ ഒരു മുറിവ് അമർത്തി പിടിക്കുകയാണ്, വലിയ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും ബസ്സിലേക്ക് വന്ന് കയറി. ഇപ്പൊ ഡ്രൈവറും വന്ന് കയറിയിട്ട് ആ ഒരു ബസ് എടുക്കുകയാണ്. ബസ്സാണ് ഈ മലയുടെ ഒരു ഭാഗം വരെ പോകുന്നുണ്ട്. ഇനി അതിനുശേഷം ബസ് പോത്തില്ല, ഭയങ്കരമായിട്ടുള്ള കുത്തിനുള്ള കയറ്റമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മുകളിലേക്ക് നടക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ജോണിന് മര്യാദയ്ക്കൊന്ന് നടക്കാൻ പോലും കഴിയുന്നില്ല. അതുപോലെ തന്നെ അസഹനീയമായ വേദനയും. ബുള്ളറ്റാണെങ്കിൽ ശരീരത്തിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ട്. ഒരു വിധത്തിൽ നേതന്റെയും ആലീസിന്റെയും സഹായത്തോടു കൂടി ജോൺ ആണെങ്കിൽ മുകളിലേക്ക് വരുവാണ്. മുകളിലേക്ക് എത്തിയ സമയത്ത് മരണവേദനയിലും ജോൺ ആണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് പുഞ്ചിരിച്ചു പോവാണ്. കാരണം അവർ ഇത്രയും നാളും തേടി വന്ന ഹാബിറ്റബിൾ സോൺ, അതിലേക്ക് അവരിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവര് നോക്കുമ്പോൾ ഒരുപാട് ശുദ്ധമായ ജലം, മാത്രമല്ല ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ, ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. ആ ഒരു കാഴ്ച കണ്ട് മരിക്കാറായി കിടക്കുന്ന നമ്മുടെ ജോൺ വരെ പുഞ്ചിരിച്ചു പോവാണ്. പക്ഷേ അധികം വൈകാതെ തന്നെ അവനാണെങ്കിൽ തളർന്ന് താഴേക്ക് വീഴുവാണ്. മരണത്തോടടുക്കുമ്പോഴും അവന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നുവാണ്. തന്റെ ഭാര്യയും മകനും പിന്നെ കൂടെ വന്ന കമീലയും അവരെല്ലാവരും സേഫ് ആണല്ലോ. വഴിയിൽ വെച്ച് തങ്ങളെ സഹായിച്ച ആ ഒരു സുഹൃത്തിന്റെ മകളെയും തനിക്ക് രക്ഷിക്കാൻ സാധിച്ചല്ലോ. ഇതെല്ലാം കൂടെ ആലോചിച്ച് ആ ഒരു മനുഷ്യനാണെങ്കിൽ ആത്മസംതൃപ്തി അടയാണ്. അങ്ങനെ അവരുടെ മടിയിൽ കിടന്നുകൊണ്ട് ജോൺ ആണെങ്കിൽ അവസാനം മരണപ്പെടുകയാണ്. അപ്പോഴും ആ ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ തീരുവാണ്. അതായത് ഭൂമി പഴയതുപോലെ ആകാൻ പോകുന്നത് ഈ ഒരു പ്രദേശത്ത് നിന്നായിരിക്കും. പ്രകൃതിയിൽ തന്നെ ഉണ്ടായ ഈ ഒരു വിഷവാതകത്തിനെയും റേഡിയേഷനെയും ചെറുക്കാനുള്ള ശക്തി ഈ ഒരു പ്രദേശത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട് വരുന്നവർക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു സിനിമയായിട്ട് വരുന്നവരേക്കും ഓക്കെ ബായ്.